ഹലോ നമസ്കാരം, ഞാൻ ബിന്ദു വിപിൻ. ബിന്ദുസ് സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നേന്ത്രപ്പഴം കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതും രുചികരവുമായ ഒരു സ്നാക്കാണിത്. നേന്ത്രപ്പഴം ഉപയോഗിച്ച് നമ്മൾ സാധാരണ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമല്ലോ അല്ലേ? പഴംപൊരി പോലെ തന്നെ, എന്നാൽ പഴംപൊരിയുടെ ടേസ്റ്റിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ലൊരു സ്നാക്കാണിത്. ഇത് വെറും പഴംപൊരിയല്ല, ഇപ്പോൾ വൈറലായി കഴിഞ്ഞ സ്പൂൺ പഴംപൊരിയാണ്. നേന്ത്രപ്പഴവും ഒരു സ്പൂണും കുറച്ച് ഇൻഗ്രീഡിയൻസും ഉണ്ടെങ്കിൽ നമുക്കിത് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് സ്പൂൺ പഴംപൊരി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. ഇതിനു വേണ്ടി അത്യാവശ്യം നന്നായി പഴുത്ത 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഒരുപാട് പഴുത്ത് കറുത്ത് പോയ നേന്ത്രപ്പഴം എടുക്കരുത് കേട്ടോ. എന്നാൽ നന്നായി പഴുത്ത നേന്ത്രപ്പഴം എടുക്കുകയും വേണം. കാരണം ഇത് കൈകൊണ്ട് ഉടച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴം തന്നെ എടുക്കുക. എന്നാൽ ഇങ്ങനെ നല്ലോണം പഴുത്ത് ഇങ്ങനെ ചീഞ്ഞു പോയ അങ്ങനത്തെ നേന്ത്രപ്പഴം എടുക്കരുത്. ഇനി നേന്ത്രപ്പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് പഴം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. 3 നേന്ത്രപ്പഴവും കഷ്ണങ്ങളാക്കി ബൗളിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇത് ഒരു ഫോർക്ക് കൊണ്ട് ഇങ്ങനെ ഉടച്ചെടുക്കാം. ഫോർക്ക് കൊണ്ട് തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ല, നമ്മുടെ കൈ കൊണ്ട് ഉടച്ചെടുത്താലും മതി കേട്ടോ. ഞാൻ ആദ്യം ഇതൊന്ന് ഫോർക്ക് കൊണ്ട് ഉടച്ചെടുക്കുകയാണ്. ഇത് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കരുത്. കൈ കൊണ്ടോ ഫോർക്ക് കൊണ്ടോ മാത്രമേ ഇങ്ങനെ ഉടച്ചെടുക്കാൻ പാടുള്ളൂ. അങ്ങനെ ഉടച്ചെടുക്കാനുള്ള സൗകര്യത്തിനാണ് അത്യാവശ്യം നന്നായിട്ട് പഴുത്ത പഴം തന്നെ വേണമെന്ന് പറയുന്നത്. ഇത് നന്നായിട്ട് ഉടച്ചെടുത്തു കേട്ടോ. ഫോർക്ക് കൊണ്ട് ഉടച്ചതിന് ശേഷം ഞാൻ കൈ കൊണ്ട് നന്നായിട്ട് ഉടച്ചെടുത്തു. ഇത് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഉടച്ചെടുക്കണം, അപ്പോഴാണ് ശരിയാവുള്ളൂ. ഇനി വേണ്ടത് 6 സ്പൂൺ പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര അവരവരുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടിത് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് 3 സ്പൂൺ പാൽ, 3 ടേബിൾ സ്പൂൺ പാൽ. ഈ പാല് ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇതിൽ 6 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഉണ്ട്. അത് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ബാക്കിയുള്ള കോൺഫ്ലവറും കൂടി ഞാനതിലിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലവർ ഇല്ലെങ്കിൽ മൈദപ്പൊടി വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ ശരിക്കും ഇതിൽ ചേർക്കേണ്ടത് കോൺഫ്ലവറാണ് കേട്ടോ. അപ്പോൾ കോൺഫ്ലവർ ഉണ്ടെങ്കിൽ കോൺഫ്ലവർ തന്നെ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തു. 6 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ 6 ടേബിൾ സ്പൂൺ കൊണ്ട് ഇത് കട്ടിയായില്ല എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ 1 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചിരകിയ നാളികേരം, 1/4 കപ്പ് നാളികേരം. ഇതിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നാളികേരം ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഈ സ്നാക്സ് കഴിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ നാളികേരം കടിക്കാൻ കിട്ടുമ്പോൾ അതിന് നല്ലൊരു രുചിയാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ നാളികേരം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഒഴിവാക്കാം. പക്ഷേ നാളികേരം ഉണ്ടെങ്കിൽ തീർച്ചയായും നാളികേരം ചേർത്ത് കൊടുക്കണം. നാളികേരം കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരി ഒഴിക്കാൻ പറ്റുന്ന പരുവത്തിലാണ് ഇത് നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് കോൺഫ്ലവർ പോരാന്ന് തോന്നുകയാണെങ്കിൽ ആവശ്യമുള്ള അത്രയും കോൺഫ്ലവർ ചേർത്തിട്ട് ഒന്നും കൂടി ഇളക്കിയെടുക്കുക. ഒരു നുള്ളു ഉപ്പ്, 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി, ഇത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡിയായി. ഇനി അടുപ്പത്ത് എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഞാനിതിൽ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഞാനെപ്പോഴും സ്നാക്സ് ഉണ്ടാക്കാൻ സൺഫ്ലവർ ഓയിലാണ് അധികം യൂസ് ചെയ്യുക.
വെളിച്ചെണ്ണ അധികം യൂസ് ചെയ്യാറില്ല. എണ്ണ നന്നായിട്ട് ചൂടായി. ഇനി ഈ മാവിന്ന് സ്പൂൺ കൊണ്ട് ഇങ്ങനെ മാവ് കോരിയെടുക്കുക. സ്പൂൺ കൊണ്ട് കോരിയെടുത്തിട്ട് ഇങ്ങനെ ഓരോ സ്പൂൺ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഒരു വശം ആവുമ്പോൾ അടുത്ത വശം ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. ഇത് നല്ല സോഫ്റ്റായിട്ടുള്ള സ്നാക്കാണ് കേട്ടോ. വളരെ സോഫ്റ്റാണ്. നന്നായിട്ടിങ്ങനെ പൊന്തി വരും. രണ്ട് വശവും ഒരുപോലെ മൂത്തു. ഇനി ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ല സോഫ്റ്റായ ടേസ്റ്റിയായ സ്പൂൺ പഴംപൊരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ള മാവ് കൊണ്ടും ഇതേപോലെ തന്നെ സ്പൂൺ പഴംപൊരി റെഡിയാക്കിയെടുക്കാം. 3 നേന്ത്രപ്പഴം എടുത്ത് ഈ ഒരളവിൽ ഉണ്ടാക്കിയെടുത്തപ്പോൾ എനിക്ക് 17 സ്പൂൺ പഴംപൊരിയാണ് ഉണ്ടാക്കാൻ പറ്റിയത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നേന്ത്രപ്പഴത്തിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. നമസ്കാരം.